കൂലിയിട്ടില്ലെങ്കിൽ പിന്നെ ഓതാൻ പറയോ? അപ്പൊ അതങ്ങനെ ഒരു അഭിപ്രായമാണ്. അത് പോട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമല് തർക്കമില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്ത ആദ്യം ചെയ്യുന്ന നമ്മൾ ദ്വാരക്കണം. ഏത് ദ്വാരയിലാണെങ്കിലും എന്താ പറയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ആദ്യം ജീവിച്ചിരിക്കുന്നവർക്ക് ദ്വാരന്നിട്ട് പിന്നെയാണ് മരിച്ചവർക്ക് ദ്വാരക്കണം. നമുക്ക് ധാരണയിലില്ലാഞ്ഞിട്ടാ. നമ്മളെപ്പം ദ്വാരക്കുകയാണെങ്കിലും ആദ്യം ആർക്കാ ദ്വാരക്കുക? ജീവിച്ചിരിക്കുന്ന മോമിനിങ്ങൾക്ക്. പിന്നെയാണ് ആർക്ക് ദ്വാരക്കുന്നത്? മരണപ്പെട്ട മോമിനിങ്ങൾക്ക് ദ്വാരക്കണം. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ഏത് ഖൈറായ അമലും ചെയ്യാം. സുന്നത്തായത് കേട്ടോ, ഫർദായത് ഇപ്പം വേറെ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം, അത് വേറെ വിഷയമാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടിയിട്ട് ബാപ്പാന്റെ പേരിൽ എന്ന് പറഞ്ഞ് കണ്ട 1000 റുപ്യ സദഖ ചെയ്തു. നമ്മൾ ചോദിച്ചത് 1000 കിട്ടും, ബാപ്പാക്ക് വേറെയും കിട്ടും 1000. ബാപ്പ ജീവിച്ചിരിക്കണ്ട, ആയിക്കോട്ടെ. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഉമ്മാന്റെ പേരിൽ അതിയാക്കി. ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, ഉമ്മാക്ക് നിസ്കരിച്ചോട്ടെ. ഉമ്മാക്ക് നിസ്കരിക്കാം, ഉമ്മാക്ക് കരിച്ചോട്ടെ. അകരുതാ നീ കരിച്ചതിനും ഏറൂലത്. പരലോകത്തിലെ കൂലി കിട്ടിയിട്ട് ഏറൂല. എത്ര കിട്ടിയാലും അവിടെ കോളുണ്ടത്. കാരണം ഇത് 3 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് പോരാനുള്ളതല്ല. 6 മാസം റീഎൻട്രിക്ക് പോകുകയല്ല അവിടേക്ക്. അങ്ങനെയാണ് കേൾക്കല്. 6 മാസം റീഎൻട്രിക്കല്ലേ പോയത്. അതിനിപ്പോ ഇത്രയൊന്നും കണക്കില്ല. കണക്കിലേറെ പോയാണ്ട് കാശ് പുറത്തെ കളയേണ്ടതൊക്കെ പാടാൻ കൊടുത്തയച്ചിട്ട് നിൽക്കാനില്ല. അവിടെ മാസം കണക്കില്ല. എന്നും ജീവിക്കാൻ വേണ്ടിയിട്ടാ പോണം. അപ്പൊ എത്ര ഉള്ളവർക്കും ഏറൂല. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും മുഅ്മിനാവണം എന്ന ഷർത്ത. മുഅ്മിനല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അത് ഫലപ്രദമല്ല. ഇതൊക്കെ ഹദീസിൽ പെട്ടതിനെ ഒന്നും നമ്മൾ ഇത്യാദി പറയില്ല. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാനായ സഹാബിയ. ഈ ആസി എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഒരു കുരുത്തം കെട്ട മുശ്രിക്കീനി. ആസി അംർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ആണല്ല. അംർ ഇബ്നുൽ ആസ് ആസിന്റെ മകനാണ് അംർ. ഇവരെ 2 മക്കളുണ്ട്. ഒരു ഇശാമും ഉണ്ട്, ഒരു ആസുണ്ട്. അല്ല, അംറുണ്ട്. അംർ റളിയല്ലാഹു അൻഹു സഹാബിയ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ബാപ്പക്ക് വേണ്ടി സഹോദരൻ കുറെ അടിമകളെ എത്തുക്ക് ചൊല്ലിയിട്ടുണ്ട്. ഇനി ഞാനും കുറെ ചെയ്തെങ്കിലോ ചോദിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, വലിയ മഹാനായ സഹാബിയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന മുഅ്മിനൻ ലനഫഅഹു. നിങ്ങൾ പറഞ്ഞ അയാൾ മൂമിനല്ല, കാഫറായി മരിച്ചുപോയതല്ലേ മോനെ. അദ്ദേഹം പണ്ട് ജീവിച്ച് മൂമിനായിട്ടാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ കൂലി അയാൾക്ക് കിട്ടുമായിരുന്നു. കാഫറിന് വേണ്ടി ചെയ്തതുകൊണ്ടൊരു കാര്യവും കിട്ടാനില്ല. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ, അത് നമ്മുടെ ബന്ധുക്കളാവട്ടെ, ഉസ്താദന്മാരാവട്ടെ, ഒന്നുമല്ല, സാധാരണ മുഅ്മിനീങ്ങളാവട്ടെ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താന്ന് ചോദിച്ചാൽ, അറിയാതെ കോടിക്കണക്ക് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. നമ്മളൊന്നും ചെയ്യുന്ന സ്വന്തം അമല് കൊണ്ട് എവിടെ എത്തൂല. പക്ഷെ നമ്മൾ ചെയ്യുന്ന അമലിനേക്കാൾ എത്രയോ ഇരട്ടി പുണ്യം നാം അറിയാതെ നമുക്ക് ദിവസവും നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ? മശ്രിഖ് മഗ്രിബികളുടെ എല്ലാ മുഅ്മിനീങ്ങളും ഒന്നും വെള്ളിയാഴ്ച നിങ്ങൾ ഏത് ഖത്തീമ മെമ്പർ കയറിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അറിയാത്ത അല്ലേ? എല്ലാ ഖത്തീമമാരും ദ്വാരക്കണ കൂട്ടത്തിൽ അത് വരുമല്ലോ. ലോകത്തുള്ള കഴിഞ്ഞു പോയതും നിലനിൽക്കുന്നവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പൊറുക്കണമേ പടച്ചോനെ. അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണമേ. ഇത് ദുആ ചെയ്യാത്ത ഒരൊറ്റ ഖത്തീബും ഇല്ല, അതിന് ആമീൻ പറയാത്തൊരു മുഅ്മിനായ മനുഷ്യനും ഇല്ല. അങ്ങനെ ലോകത്തുള്ള 120 കോടി മുഅ്മിനീങ്ങള് ദിവസവും ദുആ ചെയ്യാണ് പരസ്പരം. ഇതൊരു വലിയ ബന്ധ. അതിനാകെ നമ്മൾ ചെയ്യേണ്ടത് മുഅ്മിനാകുക എന്നുള്ള ഒരൊറ്റ പണിയാ. ഒരു മുഅ്മിനാകുക എന്നൊരൊറ്റ കാര്യം ചെയ്താൽ കിട്ടുന്ന വലിയ നേട്ടം. അപ്പോ മൊത്തം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മുഅ്മിനീങ്ങൾ, ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അത് തന്നെ കിട്ടാനുള്ളൂ. അവരുടെ അമല് നിന്നുപോയല്ലോ. എന്നാൽ അവരുടെ അമലിൽ തന്നെ നിന്നു പോകാത്ത അമലുകൾ ഉണ്ട്.
അതാണ് നേരത്തെ അവൻ ഓതിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത്. ഇദാ മാതൽ മുഅ്മിനു ഇൻഖത അൻഹു അമലുഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ സ്വന്തം അമല് മുറിഞ്ഞു. കാരണം ഇനി അയാൾ നിസ്കരിക്കണില്ല, നോമ്പ് നോൽക്കണില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ അസാധാരണമായി ചിലർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്. അത് അവന്റെ പട്ടികയിൽ എഴുതപ്പെടുന്ന അമലല്ല, മറിച്ച് അത് സ്വർഗീയമായ ആനന്ദം നൽകുന്ന ഒരു അനുഭൂതിയാണ് അതിലൂടെ ലഭിക്കുന്നത്. അല്ലാതെ അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് നിസ്കാരം ജീവിതത്തിൽ ഒരു അനുഭൂതിയായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷദായകമായ അനുഭവമാണ് നിസ്കരിക്കാറിന്. അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗത്തിൽ ഖബറിൽ നിസ്കരിക്കാൻ അല്ലാഹു തആല അനുമതി കൊടുക്കും. പക്ഷെ ആ നിസ്കാരം അവൻ അമലിന്റെ പട്ടികയിൽ എഴുതുമോ? ഇല്ല. അത് ഒരു സുഖമാണ്. ഖബറിന്റെ സുഖം എന്ന് പറഞ്ഞ ഒരു സുഖത്തിൽപ്പെട്ടാണ് അതും. കൊല്ലം തോറും ഹജ്ജിന് വരുന്ന മഹാന്മാരെ അമ്പിയാക്കന്മാരെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഹദീസിൽ ഓരോരുത്തരും വരുന്ന രൂപം വരെ നബി തങ്ങൾ ഇന്ന രീതിയിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞതായിട്ട് അനുഭവമുണ്ട്. അതിനവർക്ക് പട്ടികയിൽ എഴുതപ്പെടുമോ? ഇല്ല. അതല്ല അതിന്റെ ഉദ്ദേശം. അതവർക്കൊരു ആനന്ദമാണ്. ലോകത്തുള്ള ലക്ഷക്കണക്കായ മോമിനീങ്ങൾ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും മക്കത്തും ഒരുമിച്ച് കൂടുമ്പം അവരുടെ കൂട്ടത്തിൽ റബ്ബിന്റെ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് ഇബാദത്തിൽ സഹവസിക്കുക എന്ന് പറയുന്നത് ആ അംബിയ മുർസലുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആനന്ദമാണ്. അപ്പോൾ ആ ഖബറിലുള്ള ആനന്ദത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയാണ് ആനന്ദം. അല്ലാതെ സ്വന്തം അമലി ഇനി പരലോകത്ത് ഹിസാബിൽപ്പെടുന്ന നിരക്കുള്ള അമലി ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടതോടുകൂടി ആരതും കഴിഞ്ഞു. എന്നാൽ ഇല്ലാ മിൻ സലാസ്, മൂന്നിൽ ഭാഗത്തു നിന്ന് സ്വന്തം അമല് തന്നെ മുറിയാതെ നിൽക്കുന്നു. ഒന്ന് സദഖത്തുൻ ജാരിയ, സ്വന്തം അമലിനെ വഖഫ് ചെയ്തത്. എന്ത് വഖഫ് ചെയ്താലും അത് പിന്നെ വിശദമായി ചില കാര്യങ്ങളിലൂടെ ഹദീസുകളിൽ വിശദമായിട്ടുണ്ട്. ഒരാളോട് പള്ളി നിർമ്മിച്ച് വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളൊരു മുസാഫർ ഖാന ഉണ്ടാക്കിയിട്ട് വഖഫ് ചെയ്തു. വേണ്ട, ഒരാളൊരു അത്താണി ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ അത്താണി ആരും താഴെ ചോടുകൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു. അത്താണി ഉണ്ടാക്കി വെച്ച് ആളുകൾക്കൊരു ആശ്വാസം കിട്ടുന്ന സാധനമാണത്. ഇങ്ങനെ തുടങ്ങി അതല്ലെങ്കിൽ ഒരു കുളം കുഴിച്ചു, അല്ലെങ്കിൽ ഒരു പൊതു കിണർ കുഴിച്ചു, അതല്ലെങ്കിൽ ഒരു കനല് കയറി. ഇതൊക്കെ ജാരിയായ സദഖകളാണ് ഇവന്റെ ചെലവിൽ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു മുസ്ഹഫ് വാങ്ങി വഖഫ് ചെയ്തു, അതെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് വാങ്ങിയിട്ട് വഖഫ് ചെയ്തു. ഇതൊക്കെ ദുനിയാവിൽ അതിന്റെ ഒരു കഷ്ണെങ്കിലും ബാക്കിയായിട്ട് ഒരു മുതഅല്ലിമിനെങ്കിലും അതിൽ നിന്ന് ഒരു ഖുർആൻ ആയത്തെങ്കിലും ഓതാൻ അല്ലെങ്കിൽ ഒരു മസലെങ്കിലും പഠിക്കാൻ സൗകര്യം കിട്ടുന്ന കാലത്തോളം ഇവന്റെ സ്വന്തം അമലായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അത് മുറിയാത്ത അവനവന്റെ അമല. സദഖത്തുൻ ജാരിയ, സദഖത്തുൻ ജാരിയ ഒരുപാട് വകുപ്പുണ്ട്. അതിൽപ്പെട്ടതാണ് റോട്ടക്കത്ത് പോയിട്ട് ഒരു മാവും തയ്യക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പഴം കായ്ക്കുന്ന ഒരു മരത്തിന്റെ തയ്യക്ക പൊതുസ്ഥലത്ത്. അതിണ്ടാട്ടെ, മനുഷ്യൻ കഴിക്കട്ടെ, പക്ഷികളോ പറവകളോ എന്തുമാട്ടെ, ഏത് കഴിച്ചാലും ഇതിനൊക്കെ സദഖ. ആ മരം നിലനിന്ന് അതിന്മേൽ പഴം കായ്ക്കുന്ന കാലത്തോളമുണ്ട്. ഇനി പഴം കായ്ക്കാത്ത മരം അവനുണ്ടായി നട്ടുപോയത്, എന്നാലും കൂലിണ്ട്. ആ മരത്തുമ്മൽ വന്നിട്ട് ഒരു പക്ഷി ചേക്കേറി കൂടൂട്ടി, അതിന്റെ കൂലി അവനിട്ടും. ഇനി അതുപോലെ തന്നെ അതിന്റെ ചോട്ടില് ഒരു ക്ഷീണിച്ചവശയായ ഒരു പട്ടി വന്ന് ഈ മരത്തിന്റെ തണലിൽ കുറച്ചു നേരം കടന്നൊരു വിശ്രമം എടുത്തു, അതിന്റെ കൂലിയും കിട്ടുമായിരിക്കും ഈ മരം വെച്ചോന്. അതുപോലെ തന്നെ നടന്നു പോകുന്ന ഏതെങ്കിലും സാധു മിസ്കീന്മാർ നമ്മളെ പോലത്തെ ഗൾഫുകാരുണ്ടെങ്കിൽ നാട്ടുകാരുട്ടികളൊന്നും ഞാൻ ഇട്ടൂല. നമ്മൾ ഇവിടുന്ന് ചെന്ന ചെയ്ത പോലത്തെക്കാർ കുറച്ചു ദിവസമൊക്കെ വേണമെങ്കിൽ അങ്ങനെ മറ്റേ നാട്ടിലാണ് കൂടിച്ചേരുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്ഷീണിച്ച് ഈ മരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം തണലിൽ നിന്ന് എന്നാ അതിന്റെ കൂലിയും. അപ്പൊ അങ്ങനെ തണൽ വൃക്ഷം, പഴവൃക്ഷം എന്നിവ നട്ടാൽ അത് നിലനിന്ന് അതിന്റെ തണലോ പഴമോ ജീവജാലങ്ങളിൽ ഏത് ജീവിക്ക് ഉപയോഗപ്പെട്ടാലും സദഖത്തുൻ ജാരിയ ആയി അവന് ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇവൻ കാരണമായി ഉണ്ടായ മനുഷ്യോപയോഗപ്രദമായ ഏത് കാര്യങ്ങളും, അത് ദീനിൽ ഉപയോഗപ്പെടുന്നതാകട്ടെ ദുനിയാവിൽ ഉപയോഗപ്പെടുന്നതാകട്ടെ, ഇതൊക്കെ ദുനിയാവിൽ ഉപയോഗപ്പെടുന്നതാണ്. റോഡുണ്ടാക്കുക, തോടുണ്ടാക്കുക, കുളം കുഴിക്കുക, കിണർ കുഴിക്കുക, അതുപോലെ തന്നെ മരം വെക്കുക പോലെയുള്ള ദുനിയാവിൽ ഉപകാരപ്പെടുന്ന അതിനും കൂലിയിട്ടും. മറ്റ് മുസ്ഹഫ് വഖഫ് ചെയ്യുക,
ഇൽമു പഠിക്കുന്ന കിതാബുകൾ വഖഫ് ചെയ്യുക, പള്ളി നിർമ്മിക്കുക, യത്തീംഖാന നിർമ്മിക്കുക പോലത്തതൊക്കെ ദീനിയാണ്. രണ്ടായാലും മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഫലപ്രദമായ ഉപകാരം കിട്ടുന്ന എന്തു ചെയ്തു വെച്ചാലും അത് നിലനിൽക്കുന്ന കാലത്തോളം ഇവന്റെ ഖബറിൽ സ്വന്തം പട്ടികയിൽ ഇവൻ ചെയ്തതായ അമലുകൾ ഇങ്ങനെ അത് എത്ര കൊല്ലം നിൽക്കുമോ അത്രയും കൊല്ലം ആ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമുൻ യുന്തഫഉ ബിഹി. രണ്ടാമത്തേത് നാഫിയായ ഇൽമ്. ദീനിയായ ഇൽമൊക്കെ നാഫി തന്നെ. ദുന്യവിയായ ഇൽമിലും ഉണ്ടാവും നാഫിയായ ഇൽമ്. കണക്കിടിക്കുന്നത് ദുന്യാവായ ഇൽമാണ്, അതിൽ നാഫിയല്ലേ. ദീനിനും ഉപകാരപ്പെടും, ദുന്യാവിലും ഉപകാരപ്പെടും. അതുകൊണ്ട് നാഫിയായ ഇൽമ തന്നെയാണ്. അതുപോലെ ദീനിൽ ഫലപ്രദമാക്കാൻ പറ്റുന്ന ദുനിയാവിയായ ഏതെങ്കിലും ഇൽമുകൾ, ആ ഇൽമുകളൊക്കെ ഇവൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച ആള് ജീവിച്ച് അതനുസരിച്ച് അമല് ചെയ്യുമ്പോ ഇനി അയാള് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ പഠിപ്പിച്ച് എത്ര ആളുകൾ ഈ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടോ, അവർ ഈ ഇൽമനുസരിച്ച് ഏതൊക്കെ സ്വാലിയായ അമലുകൾ ചെയ്യുന്നുണ്ടോ അതിന്റെ മുഴുവനും കൂലി ഇവൻ സ്വന്തം ചെയ്തതായിട്ട് ഇവന്റെ പട്ടികയിൽ വരും. അപ്പൊ അങ്ങനെയാണ് നോക്കിയ ഷാഫി ഇമാമിനെ പോലെ നവവി ഇമാമിനെ പോലെയുള്ള മഹാന്മാരായ ഇമാമുകളുടെയൊക്കെ ദറജ എവിടെയാണ് എത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് അള്ളാഹു തമ്പുരാനല്ലാതെ ഊഹിക്കാൻ പോലും പടപ്പുകൾ കഴിയൂല. കാരണം ഇതിങ്ങനെ ജനകോടികൾ നൂറ്റാണ്ടുകളായി കൈമാറി അമല് ചെയ്തും പ്രചരിപ്പിച്ചും പഠിച്ചും പഠിപ്പിച്ചും അമല് ചെയ്തും ഇങ്ങനെ വികസിച്ചു വരികയാണ്. ഇതിന്റെയൊക്കെ ഫുള്ള് കൂലി അവിടെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇൽമുമായി ബന്ധപ്പെട്ട മുറിയാത്ത നമ്മൾ പൈപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മക്കും ചെയ്യാൻ പറ്റും. അതിനുള്ള വല്ല സേവനം ചെയ്ത അതിൽ നമ്മളും പെടും. ഏത് ഈ പഠിക്കുന്ന നമ്മളോടൊന്നും കഴിയൂല. നമ്മളിപ്പോ ഓതാൻ പോയിട്ട് ഇപ്പൊ വല്ലാതെന്ന് കാലൊന്നും ഇനി ചെയ്ത സമയത്തും പറ്റും. പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ ചുറ്റുപാട് അതിന് അനുകൂലമല്ല. എന്നാട്ടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു മുത്താലിമിന് ഒരു തഫ്സീർ വാങ്ങിക്കൊടുത്തു നമ്മളെ വക, അതല്ലെങ്കിൽ ഒരു ഹദീസ് കിതാബ് വാങ്ങിക്കൊടുത്തു നമ്മളെ വക, അതല്ലെങ്കിൽ ദീനിയായ റൂമുകൾ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു കിതാബ് നമ്മളെ വക വാങ്ങിയിട്ട് വഖഫ് ചെയ്തു, അല്ലെങ്കിൽ വഖഫ് ചെയ്തിട്ടില്ല ഒരു സാധു കുട്ടിക്ക് ഒരു മുത്താലിമിനോ ഒരു മുഅല്ലിമിനോ വാങ്ങിക്കൊടുത്തു. അവരതനുസരിച്ച് അമൽ ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അതിന്റെ കാരണക്കാരാണ്. അതിന്റെ ഒരു മുഖം കിട്ടിക്കൊണ്ടിരിക്കും. ഇതിവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പരമ്പരയായി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ മുഴുവനും കൂലി ഖബറിൽ ഇങ്ങനെ സ്വന്തം അഡ്രസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മരിച്ചാലും ആ ഫയല് ക്ലോസ് ചെയ്യുന്നില്ല അർത്ഥം. ഇപ്പോഴും ആ ഫയല് അങ്ങനെ തന്നെ ചാലുവാ, സ്വന്തം ഫയല്. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, ആദ്യം സ്വന്തം ഫയലിലല്ല, അതിന് വേറെ പറയാം. അപ്പൊ ചുരുക്കത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ നിരന്തരം മുറിയാതെ സ്വന്തം അമലായി സ്വന്തം അക്കൗണ്ടിൽ വരും നബി തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മുഅ്മിനായിരിക്കുന്ന സന്താനങ്ങള്. സ്വാലിഹി അറിഞ്ഞുകൊണ്ട് ഉദ്ദേശം അത്രയേ ഉള്ളൂ. മുഅ്മിനാവണം. മുഅ്മിനായ സന്താനങ്ങൾ. മുഅ്മിനല്ലാത്തോൻ ദ്വാരക്കോ? മുഅ്മിന് വേണ്ടിയിട്ട് മുഅ്മിനല്ലാത്തോൻ ദ്വാരക്കൂലല്ലോ. ഇനി ദ്വാരന്നാൽ തന്നെ ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഒരു മുഅ്മിനല്ലാത്തൊരു മോനുണ്ട്, ഒരു മോളുണ്ട്. അപ്പ മുഅ്മിനാണ്, മുഅ്മിനാ. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അത് പ്രയോജനരഹിതമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. കാഫിറുടെ ദുആ സ്വീകരിക്കൂല. മുഅ്മിനായ മനുഷ്യൻ തന്നെ ബാപ്പിമീൻ കാഫിറാണെങ്കിലോ പല അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂന. അടുത്ത അന്വേഷണോ ബന്ധോ ഒന്നുമില്ല. മുഅ്മിനും തമ്മിൽ ബന്ധമുണ്ട്, അതില്ലാന്നാരും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ആഴ്ച മുതൽ ആ ഭാഗത്തേക്കാണ് മഅ്ശറേക്കാണ് എത്തട്ടെ. അപ്പോ അവിടെ നിന്നാണ് ഞാൻ ചിന്തിക്കുക. ബന്ധമുള്ളതും ബന്ധമില്ലാത്തതും കാഫിറും മുഅ്മിനും തമ്മിൽ ബന്ധമില്ല. അത് ബാപ്പയായാലും വേണ്ടില്ല, മക്കളായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, തമ്മിൽ ബന്ധമില്ല. അതാ ഫല അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂൻ. അന്ന് കുടുംബ ബന്ധമില്ല, പരസ്പര അന്വേഷണമില്ല.